നമസ്കാരം. ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഫേസ്ബുക്കിൽ കയറാറും ലൈവ് വരാറുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം വാസ് ഡിമാൻഡിങ് ഫോർ ഇറ്റ്. കാരണം ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് കാണാം. അയ്യോ ദേ നോക്കിക്കേ, കൊച്ചി മെട്രോന്റെ ഉള്ളിലാണ്. നാളെയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇന്ന് തന്നെ ഇതിൽ കയറാനുള്ള ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സുന്ദരിമാരുടെ കൂടെയുള്ള കണ്ടില്ല, എത്ര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഐ ആക്ച്വലി കനോട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും നാളെ വന്നിട്ട് നാളെ തൊട്ട് കൊച്ചി മെട്രോയിൽ വന്ന് കയറി ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എന്താ പറയുക, കൊച്ചി മെട്രോയെ ഇതിലും വലിയൊരു സംരംഭമാക്കി വളർത്താൻ നമ്മളെല്ലാവരും ഇത് ട്രാവൽ ചെയ്യുക. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോയെ ഇതുപോലെ തന്നെ ക്ലീൻ ആൻഡ് സേഫ് ആക്കിയിട്ട് വെക്കുക. ലിറ്ററിങ് ഒന്നും ചെയ്യാണ്ട്, വേസ്റ്റ് ഒന്നും കളയാതെ ഇതുപോലെ തന്നെ വൃത്തിയിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മെട്രോസ് ഇൻ ദ കൺട്രി ആവും. സ്റ്റേഷനൊക്കെ കാണണോ? ആലുവ കണ്ടോ? അതാ ആലുവ സ്റ്റേഷൻ. ഒരു സ്പെഷ്യൽ ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരാണ്ട്. എന്റെ സെബാസ്റ്റ്യൻ അങ്കിൾ എവിടെ? എന്റെ ഒരു ബ്രോനെ കാണാം. കേട്ടോ, എന്റെ ഫേവറേറ്റാ. എന്റെ ഒരു സെബാസ്റ്റ്യൻ അങ്കിൾ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ അങ്കിളെ കാണണ്ടേ? അങ്കിളെ അങ്കിള് കണ്ടോ? കണ്ണാടി ഇത് കൂടാതെ അയ്യോടാ, ഹൗ സ്വീറ്റ്. എന്തായാലും പിന്നെ ഇന്നാണ് ലൈവ് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. യതുൻ, ഗോകുൽ, അഭിലാഷ്, റിയേഷ്, സാക്ക് എല്ലാവരോടും ഹായ്. എല്ലാവരോടും റിപ്ലൈ ചെയ്യേണ്ട ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി ഞാൻ ഇപ്പോൾ കുറച്ച് സമയം ഇവരോട് സ്പെൻഡ് ചെയ്തേ പറ്റും. അപ്പം പിന്നെ വേറൊരു കാര്യം, എൻ്റെ സിനിമാക്കാരൻ പടം റിലീസ് ചെയ്യാനാണ് തിയേറ്ററിൽ പോയി കാണും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നാളെ മുതൽ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ. കൊച്ചി മെട്രോ ക്ലീൻ ആൻഡ് സേഫ് ഗൈസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.